പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ,
പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ അമ്മമാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനേ ആദ്യം ജെറുസലേമിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത അനുഭവമായിരുന്നു. കാര്യം ഞങ്ങൾ ഒലിവ് മലയിൽ നിന്ന് അവിടെ നിന്ന് ഈ പനയോല പോലൊരു സാധനമൊക്കെ അടിച്ച് എടുത്തിട്ട് ഒരു കഴുതക്കുട്ടിയെ കിട്ടിയായിരുന്നു, വെള്ള നിറത്തിലുള്ള കഴുതക്കുട്ടി. അപ്പോൾ ഞാനും വിജയകുമാർ സാറും വേറെ കുറേ ട്രൂപ്പിലൊക്കെ കുറേ ആൾക്കാരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഈ കഴുതയും കൊണ്ടാണ് ഒലിവ് മലയിൽ നിന്ന് നമ്മൾ പടിഞ്ഞോട്ട് ഇറങ്ങി. പിന്നെ ഒരു താഴ്വാരത്തിലൂടെ പിന്നെ പടിഞ്ഞോട്ട് കയറിയ പോലെ എനിക്ക് തോന്നിയത്. പടിഞ്ഞോട്ട് കയറുമ്പോൾ ജെറുസലേം ദേവാലയമാണ്, കുറച്ച് നടക്കണം. പക്ഷേ ഈ കുന്നിറങ്ങി വേറെ കുന്നിലോട്ട് കയറുന്ന ഇടയ്ക്കുള്ള ഒരു ബേസം പോലെയൊക്കെ സംഭവില്ലേ, അവിടെ തെക്ക് വടക്ക് നെടുനീളത്തിൽ കുറേ കുഴിമാടങ്ങളാണ്. അപ്പോൾ അവിടെ കുഴിമാടത്തിനൊക്കെ എന്നാ രസം എന്ന് വെച്ചാൽ ഇപ്പോൾ ഭയങ്കര തീ പിടിച്ച വിലയാണ്. ഒരു കുഴിമാടത്തിനൊക്കെ 10 ലക്ഷം രൂപയ്ക്ക്. 10 ലക്ഷത്തിനും കിട്ടിയ ഭാഗ്യം. കാര്യം ഈ കർത്താവ് രണ്ടാമത്തെ ഈശോയുടെ വരവ് അവിടെയാണ് ആദ്യം വരണമെന്നുള്ളതാണ് യഹൂദന്മാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ദേവാലയം കിഴക്കോട്ട് തിരിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കിഴക്ക് വശത്ത് ഒരു മലയിൽ നിന്നിട്ട് താഴേക്ക് ഇറങ്ങി പടിഞ്ഞോട്ട് കയറി എന്ന് പറയുമ്പോൾ ആ ദേവാലയം കിഴക്കോട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ കുഴിമാടങ്ങൾ എന്ന് പറഞ്ഞാൽ 10,000 കുഴിമാടങ്ങളുണ്ട് അവിടെ. അതാണ്. അപ്പോൾ അവിടെ ഞാൻ ഈ ഓശാന ആയിട്ടാണ് ഇങ്ങനെ ജെറുസലേം ദേവാലയത്തിൻ്റെ കവാടത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ നിന്ന് എന്താ കാര്യത്തിൽ അതാണ് ഹക്കൽ ദാമ എന്ന് പറയുന്നത്. ഹക്കൽ ദാമ നമുക്ക് ആദ്യം മത്തായി 27:3 മുതലുള്ള തിരുവചനങ്ങൾ. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും. ഇത് കണ്ടില്ലേ, അത് ശിക്ഷിക്കുമെന്ന് വിചാരിച്ചില്ലെന്നാണ് എൻ്റെ അർത്ഥമേ. പക്ഷെ ഒറ്റിക്കൊടുത്താൽ മതി. ശിക്ഷിക്കണയൊക്കെ പിന്നെ ഇത് യൂദാസിന്റെ പരിധിയിലുള്ള കാര്യങ്ങളല്ല. അതാണ് വിഷയം. അവൻ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവൻ അവരോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിന്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്നത് അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവന്റെ പറമ്പ് വാങ്ങി. അത് ഇന്നും രക്തത്തിന്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. അതാണ്. ആ പറമ്പിലാണ് ഈ കുഴിമാടങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞില്ലേ. അതിനെക്കുറിച്ച് നടപടി പുസ്തകം പിന്നെയും വിശദീകരിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ കാണാം. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ഇത് എന്നെ വല്ലാതെ സ്വാധീനിച്ചൊരു വചനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ അന്നാസും കയ്യഫസും കൂടി യൂദാസ് എറിഞ്ഞു കളഞ്ഞ നാണയം എടുത്തിട്ട്, അത് വെള്ളി നാണയങ്ങളാണ്, എടുത്തിട്ട് അവർ എന്താ ചെയ്യണത്? ഇത് രക്തത്തിൻ്റെ വിലയാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ്.
അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇത് കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി ഒരു പറമ്പ് വാങ്ങാം. അപ്പോൾ അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? വിജാതി യഹൂദന്മാരല്ലാത്ത ആൾക്കാർ. ഇപ്പം കർത്താവിൻ്റെ തിരുരക്തം ചൊരിഞ്ഞതിന് യഹൂദര് അല്ലാത്ത ആൾക്കാരും ആ കർത്താവ് നേടിയെടുത്ത രക്ഷയുടെ ഭാഗഭാക്കുകളാകുന്നുണ്ട്. വിദേശീയരെന്നാണ് പറയണമെന്നുണ്ടെങ്കിലും വിജാതിരെന്നാണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അപ്പോഴേ ഈശോ മംഗളവാർത്ത സമയത്ത് ഈശോയെക്കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. പക്ഷേ ആ പാപങ്ങളിൽ നിന്ന് മോചിക്കുമ്പോൾ അതിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ്? സകല ജനങ്ങൾക്കും വേണ്ടിയാണത്. സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് അതിൻ്റെ പാപമോചനം വരണത്. അപ്പോൾ അതിനകത്ത് സ്വജാതിരും പെടും, വിജാതിരും വരും, സ്വദേശീയരും വിദേശീയരും ഉണ്ടാകും. അപ്പം അറിഞ്ഞും അറിയാതെയൊക്കെ സുവിശേഷം വ്യാപകമായ രീതിയിൽ ആഗോളപരമായിട്ട് ജന്മാന്തരങ്ങളിലൂടെയുള്ള കർത്താവിൻ്റെ രക്ഷയെ വളരെ നിശബ്ദവും എന്നാൽ വളരെ ശബ്ദമുഖരിതമായിട്ടും രക്ഷയെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് വെള്ളിയാഴ്ച നമ്മൾ കുരിശാരോഹണത്തിന് മുമ്പ് സഭ അക്രൈസ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ദൈവവിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെയും ഒക്കെ ഈ രക്ഷയുടെ പരിധിയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യമാർഗം സ്വീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ള ആദിമസഭയുടെ വിശ്വാസമാണ്, അനുഭവ വിശ്വാസം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ പാപങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കണം ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എല്ലാവരും നമ്മൾ ചെയ്യുന്ന എല്ലാ ക്രിസ്തുവിൻ്റെ വഴികൾ, പള്ളികളിലുള്ള കബറിടങ്ങളിലുള്ള പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കുരിശുമുത്തൽ, കുരിശാരാധനം, ഇങ്ങനെയുള്ള എല്ലാ സംഭവവും, ദിവ്യകാരുണ്യ സ്വീകരണം, ദിവ്യകാരുണ്യ ആരാധന, ഇതെല്ലാം മറ്റുള്ളവർ കൂടി വിശ്വാസം സ്വീകരിക്കാൻ, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ, ഒരു മതം മാറുക എന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് മനസ്സുകൊണ്ട് ഈശോനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പറ്റും. മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ വിശ്വാസം ദൈവമല്ലേ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ എല്ലാ തിന്മകളിൽ നിന്നും സന്ധിയില്ലാത്ത രീതി, സന്ധി ചെയ്യാതെ സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ട് ക്രിസ്തു നാമത്തിൽ സാക്ഷിയായിട്ട് ജീവിക്കാൻ ഇടയാക്കണം. അപ്പം ദൈവസ്നേഹവും ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസിക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവാണ് വിശുദ്ധ വാരം. പക്ഷേ നിങ്ങളതെല്ലാം മറ്റുള്ള മനുഷ്യരെ വിശ്വാസം സ്വീകരിക്കാൻ, അത് ഏറ്റവും വലിയ വിഷയം വെച്ചാൽ നമ്മൾ തന്നെ നമുക്കത് മനസ്സിലാവാത്തതിൻ്റെ കാരണം ചിലർ ഇപ്പം മറ്റുള്ളൊരു വിശ്വാസം ഇപ്പം നമ്മൾ തന്നെ ഗതികേട് കൊണ്ട് ഈ വിശ്വാസം സ്വീകരിച്ച് ചില ആൾക്കാർ ഗതികെട്ട് നടക്കണില്ലേ? വിശ്വാസം ജീവിക്കാത്തത് കൊണ്ടാണ്. അവർ വിശ്വാസം ജീവിക്കണില്ല. അവർക്കൊരു വിശ്വാസം ഉണ്ട്, പക്ഷെ അത് വിശ്വാസം ജീവിക്കാത്തത് കൊണ്ട് അവർക്ക് വിശ്വാസം കൊടുക്കാനുള്ള കൃപയില്ല. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യാത്തതിൻ്റെ കാരണം. മറ്റുള്ളവർ വിശ്വാസം കൊടുക്കാൻ വേണ്ടി ഒന്നും ചെയ്യണില്ലല്ല. കേരള സഭയാണെങ്കിലും ഭയങ്കരമായ രീതിയിൽ പ്രാർത്ഥനയും ധ്യാനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി വാട്ട് ദേ ആർ ഡൂയിങ് ടു ട്രാൻസ്ഫർ ദ ഫെയ്ത്ത് എന്താണ് കോൺക്രീറ്റായിട്ട് അവർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ ഇല്ല. ശരിക്കും പറഞ്ഞു ഉടമ്പടി എടുത്ത ആൾക്കാർ ചെയ്യുന്നുണ്ട്, ആ വിശ്വാസം കൈമാറുന്നത് കറക്റ്റായിട്ട് കൈന്ന് മാറും. അപ്പം ഉടമ്പടി എടുത്തവർ അത് ഉറച്ചു നിൽക്കുകയും മറ്റുള്ളവരെ തങ്ങളുടെ വിശ്വാസം കൈമാറാൻ വേണ്ടി വിശുദ്ധ വാരം ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. 1 തിമോത്തി 1:16. പരിശുദ്ധ അമ്മേ, എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന്, ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്ക് കോടാനുകോടി നന്ദി.
എൻ്റെ പേര് നാൻസി. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യം മദ്രാസിലായിരുന്നു. ഇതെൻ്റെ മക്കൾ ജോഷുവ, ജസീക്ക. ഞാനിവിടെ വരാനുണ്ടായത് ഈ മോൻ കാരണമാണ്. കൊറോണ കാലത്ത് എൻ്റെ മോന് ഭയങ്കരമായ നെഞ്ചുവേദനയും വയറുവേദനയും കാരണം ഒത്തിരി ബുദ്ധിമുട്ടി. ഒരു 3 മാസത്തോളം അതേ പ്രശ്നത്തിൽ ഇങ്ങനെ പോയി. ഡോക്ടറെ കാണും, ഡോക്ടർ മരുന്ന് കൊടുക്കും, സ്കാൻ ചെയ്യും, ഒരു രക്ഷയില്ല. അവസാനം ഡോക്ടർ കൈ ഒഴിഞ്ഞു. ഞാനപ്പോൾ ഇങ്ങനെ ടെൻഷനായിട്ട് ഇങ്ങനെ എനിക്ക് അറിയാവുന്ന പ്രയർസൊക്കെ ഞാൻ ചെല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കെ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് ഉടമ്പടിയുടെ സാക്ഷി ഇങ്ങനെ കയറി വരും. അന്നേരം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അന്നേരം അതിങ്ങനെ വിട്ടുകളയും, ശ്രദ്ധിക്കാറില്ല. പിന്നെ ഞാനൊരു ഇടയ്ക്ക് വല്ലപ്പോഴും കേൾക്കും, പക്ഷേ ഇത് എന്താ നമ്മുടെ ക്രിസ്തീയ വിശ്വാസമാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തകൾ വരും. ഒരു വീട്ടിൽ പോയപ്പോൾ കൃപാസനം തൈലിരിക്കുന്ന കണ്ടു. അപ്പോൾ അവൻ വേദന പറഞ്ഞ ആ സമയത്ത് ഞാൻ ഈ തൈലെടുത്ത് പുരട്ടിയിട്ട് പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു, മോനെ ഈശോ സുഖപ്പെടുത്തും, അമ്മ ഈശോൻ്റെ എണ്ണ പുരട്ടുന്നുണ്ട്, എന്തായാലും അതൊരു വിശുദ്ധ വസ്തുവാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചോളൂ. പിന്നീട് അങ്ങോട്ടുള്ള ആഴ്ചകളിലും മാസങ്ങളിലും നോക്കുമ്പോൾ കൊച്ചൊരിക്കൽ പോലും ആ വേദനയെക്കുറിച്ച് പറയുന്നേയില്ല. അപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഈ എന്താ ഞാൻ സ്പെഷ്യലായി ചെയ്തത്? ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ അവരോട് കാര്യങ്ങൾ തിരക്കി കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സാധാരണ പ്രാർത്ഥനയല്ല. ഈ ഉടമ്പടിയിൽ നിയോഗങ്ങൾ സാധിക്കാൻ വേണ്ടിയാണല്ലോ എല്ലാവരും വരുന്നത്. ഉടമ്പടി നിയോഗങ്ങൾ സാധിക്കുമ്പോൾ ഉടമ്പടി ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ക്ഷമ എന്ന ക്വാളിറ്റി നമ്മൾ ആർജിച്ചെടുത്താലേ നമ്മുടെ നിയോഗങ്ങളിൽ ഈശോ ഒരു ഇടപെടൽ നടത്തുള്ളൂ. എൻ്റെ നിയോഗങ്ങളെല്ലാം മാറ്റിവെച്ച് എൻ്റെ ഫസ്റ്റ് നിയോഗം എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ മാറ്റാനും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ എന്നിൽ നിന്ന് പൂർണ്ണമായി ഡിലീറ്റ് ചെയ്ത് കളയാനുമായിരുന്നു. അങ്ങനെ അതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ നിയോഗം സാധിച്ചു കിട്ടി. എനിക്ക് എല്ലാവരോടും ക്ഷമിക്കാനും മറന്നു കളയാനും ആവശ്യമില്ലാത്ത കൊണ്ട് നടക്കാതിരിക്കാനൊക്കെ ഉള്ളൊരു ശക്തി ദൈവം തന്നു. അതായിരുന്നു എൻ്റെ ഉടമ്പടിയുടെ തുടക്കം. എനിക്കങ്ങനെ പ്രത്യേകിച്ച് നിയോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഉടമ്പടി എടുക്കാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ആ പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചത് കംപ്ലീറ്റ് ഉടമ്പടിയിലൂടെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഉടമ്പടി എടുത്തത് കൊണ്ട് എനിക്കിതൊക്കെ അഭിമുഖീകരിക്കാൻ ഭയങ്കര ശക്തി കിട്ടി. പ്രാർത്ഥനയുണ്ട്, നേർച്ച വസ്തുക്കളുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം ഞാൻ ഉടമ്പടി ജീവിതമാക്കി ഞാൻ മാറ്റി. എൻ്റെ നടക്കാത്ത നിയോഗങ്ങൾ അതിനെനിക്കൊരു പ്രേരണ തന്നു. പിന്നെ ആദ്യമൊക്കെ നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത്, എനിക്ക് നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, എന്നെ ഉടമ്പടിയിൽ നിലനിർത്തണേ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ രോഗസൗഖ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടി. അമ്മ വരാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അങ്ങനെ പല രോഗസൗഖ്യങ്ങളിലൂടെയും എന്നെ ദൈവം കൊണ്ടുപോയി. നിറച്ച വസ്തുക്കളിലൂടെ എനിക്ക് അതികഠിനമായ തലവേദന, വയറുവേദന, കാലിലെ നീർക്കെട്ട്, പിന്നെ കൊച്ചുങ്ങൾക്കുണ്ടാകുന്ന ഹൈ ഫീവർ. ഇന്ന് ഫീവറാണെങ്കിൽ നാളെ എണീക്കുമ്പോൾ ഉടമ്പടി വസ്തു ഉപയോഗിച്ച് നോക്കുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് പനിയില്ല. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവാറില്ല. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് പനിയൊക്കെ മാറുള്ളൂ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ മോള് കഴിഞ്ഞ 2026 10ാം ക്ലാസ് എക്സാം എഴുതുന്നേക്കാളും മുന്നേ ഇവിടെ വന്ന് അച്ഛൻ്റെ കയ്യൊപ്പ് ശുശ്രൂഷ സ്വീകരിച്ചു. ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയി, എനിക്കിനി മോൾക്ക് നല്ല വിജയം ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. അവൾ നന്നായി പഠിക്കുന്ന കൊച്ചായിരുന്നു. 9 ആയപ്പോൾ സബ്ജക്ട്സൊക്കെ ഇത്തിരി ടഫാവാൻ തുടങ്ങിയപ്പോൾ പതുക്കെ അത് വീക്കായി തുടങ്ങി. 10ലും സീരിയസ് ആയിട്ടുള്ളൊരു പഠിത്തത്തിലോട്ട് അങ്ങോട്ട് വന്നത് അവസാന കാലഘട്ടത്തിലാണ്. അവസാനം ഇരുന്ന് പഠിച്ചാൽ കിട്ടും, പക്ഷേ അവസാനമായപ്പോൾ സയൻസ് മാത്സൊക്കെ നല്ല പാടായി തുടങ്ങി. ഞാൻ ഉറപ്പിച്ചു ഈശോൻ്റെ അനുഗ്രഹം അച്ഛനിലൂടെ എനിക്ക് കിട്ടിയ എല്ലാം എനിക്ക് ശരിയാവുന്നു. വീട്ടിൽ തിരിച്ചു വന്നു, എക്സാം എഴുതാൻ പോവുകയാണ്. എക്സാമിൻ്റെ തലേന്ന് ഫസ്റ്റ് പരീക്ഷ മാത്സ്. ഈ മാത്സ് എക്സാമിൻ്റെ തലേന്ന് രാത്രി 8:30 മണിക്ക് ടീച്ചറെ വിളിച്ചിട്ട് പറയണു, കൊച്ചിൻ്റെ 2 കൈയും ഭയങ്കര ഷിവറിങ്, ഒരു തരത്തിലും കൈ എന്ത് ചെയ്തിട്ടും ഷിവറിങ് നിർത്തുന്നില്ല, നാളെ രാവിലെ എങ്ങനെ എക്സാം എഴുതും? കേട്ടപാടി ഭയങ്കര ടെൻഷനായി, ചൂടായി. കൊച്ചിനെ കൊണ്ട് കൃപാസനത്തിൽ പോയിട്ടാണ്, പ്രാർത്ഥനയാണ് എല്ലാ നേരവും, പഠിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള സംസാരങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഡോക്ടറെ വിളിച്ച് മരുന്ന് വാങ്ങി വന്നു.
ഭയങ്കര ശോകമായ ഒരു അന്തരീക്ഷത്തിൽ അന്നത്തെ രാത്രി എങ്ങനെയോ ഞങ്ങൾ ഉറങ്ങി. എൻ്റെ മാതാവിനെ ഏൽപ്പിച്ചു. രാവിലെ എഴുന്നേറ്റു, കൈ ഐസ് മാതിരി ഇരിക്കുന്നു. ഫസ്റ്റ് പരീക്ഷയാണ്. ഭയങ്കര സങ്കടവും ഒരു കോൺഫിഡൻസും ഇല്ല. അങ്ങനെ എക്സാമിന് പോയി. ഞാൻ മാതാവിനെ അർപ്പിച്ച് എൻ്റെ ഉടമ്പടിയിൽ സമർപ്പിച്ചു. എക്സാം ഹാളിൽ ഇരുന്നിട്ടും കൈ വിറയ്ക്കുക. അവൾ പ്രാർത്ഥിച്ച് കുറച്ച് ശക്തി നേടി എക്സാം എങ്ങനെയൊക്കെ എഴുതി. തിരിച്ചു വന്ന് ഞാൻ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് ഓടി വന്ന് കിടക്കുന്ന എൻ്റെ മോളെയാണ്. എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. പാസ് മാർക്ക് മാത്രമേ എനിക്ക് കിട്ടുള്ളൂ. ഞാൻ ഒരു നിമിഷം ശങ്കിച്ചു, എവിടെയാ ഞാൻ കുറവ് വരുത്തിയേ ഉടമ്പടി പാലിക്കണേൽ. അങ്ങനെ ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ എന്താ പറയുക, സങ്കടമായിരുന്നു. പിന്നെ അതിന് ഇനിയുള്ള എക്സാമൊക്കെ നന്നായിട്ട് എഴുതും നമുക്കറിയില്ല. പിന്നെ അതിനെ എങ്ങനെയൊക്കെയോ കൺവിൻസ് ചെയ്തെടുത്ത് പിന്നീടൊക്കെ മാറ്റം വരാൻ തുടങ്ങി. ഇത്തിരി ഞാൻ പറഞ്ഞു, മോളെ ഇതൊരു എന്താ പറയുക, ഇതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് എടുക്കുക. അച്ഛൻ അൾത്താരയിൽ നിന്നപ്പോൾ പറഞ്ഞു, അമ്മയുടെ ഉടമ്പടിയിലെടുത്ത കിട്ടിയ കൈവെപ്പ് ശുശ്രൂഷയാണത്. ഇതിൽ മക്കൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അമ്മമാർ ഉത്തരവാദികളാവണം. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉടമ്പടി ജീവിതചര്യയിലേക്ക് വരണം. രാവിലെ എഴുന്നേറ്റ് അവൾ എൻ്റെ കൂടെ ഉടമ്പടിയിലോട്ട് വന്നു. എല്ലാ ദിവസവും എക്സാമിന് പോണ ദിവസം അടക്കം അവൾ ജപമാല, പേഴ്സണൽ പ്രയർ, ബൈബിൾ റീഡിങ്, ഫാമിലി എല്ലാവരും ഒരുമിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രം. ഇതും പോരാൻ എല്ലാ സബ്ജക്റ്റും റിവൈസ് ചെയ്തിട്ട് ഇതിനൊക്കെ അവൾക്ക് സമയം രാവിലെ കണ്ടെത്തി. എന്നിട്ടാണ് അവൾ എക്സാമിന് പോയിട്ടുള്ളത്. പോകെ എക്സാമുകൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാതെ വിടാറില്ല. ഉപ്പ് ഹോൾ ടിക്കറ്റിൽ വെതറും. അങ്ങനെ എക്സാം മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൾ പറഞ്ഞു വന്നു, ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ എന്നോട് ചോദിച്ചിട്ടുള്ളൂ, എനിക്ക് ആരോ ഉത്തരങ്ങൾ പറഞ്ഞു തരണ പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇതാണ് കണ്ട ഹോളി സ്പിരിറ്റ്, ഇതാണ് ഉടമ്പടി. ഈശോനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോ നമ്മോട് ചേർന്ന് നിൽക്കും. ഞാൻ പറയാൻ തുടങ്ങി. ചില എക്സാമുകൾ ടഫായിരുന്നു. അപ്പോൾ എക്സാം ഹാളിൽ ഇരുന്ന് വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയി ചൊല്ലിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഉത്തരങ്ങൾ കുറച്ച് നേരങ്ങൾക്ക് ശേഷം പറഞ്ഞു കൊടുക്കുന്നതും പുറത്തു വന്ന് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയായിരുന്നതും ജസ്റ്റ് പറഞ്ഞു കൊടുത്ത ഉത്തരം എഴുതി വന്നതാണ്, ഒരു ഷുവർട്ടി ഇല്ല. അതെല്ലാം കറക്റ്റായിട്ടും വന്നു. എക്സാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എക്സാം കഴിഞ്ഞു, ഇനി നിർത്തരുത് പ്രാർത്ഥന, ഇനിയും തുടരണം. എക്സാം റിസൾട്ടായിട്ടില്ല. ജീവിതചര്യ ഉടമ്പടി തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു, മുടക്കിയില്ല. അങ്ങനെ എക്സാം റിസൾട്ട് വന്നു. നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്തായാലും മാതാവ് കൈവിടില്ല. 85 നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ എക്സാമിനും പോയതും. അത് വെതറിയിട്ടാണ് എക്സാമിലെ ഹാളിൽ ഇരുന്നിരുന്നതും. അതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴും ഇവളൊരു ആവറേജ് എന്ന് ഞാൻ പറയില്ല, 85% മാർക്ക് എടുക്കുന്നൊരു കൊച്ചാണ്. അപ്പോൾ കുറച്ചും കൂടി മാർക്ക് എനിക്ക് മാതാവിൻ്റെ കൃപയാൽ കിട്ടണം, അത് കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. 95% മാർക്ക്, 95% കിട്ടാനുള്ള ഒരു എന്താ പറയുക, ഒരു വർക്കും നമ്മൾ ചെയ്തിട്ടില്ല. അതാ എല്ലാം അമ്മ സമയത്ത് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് തന്ന്, പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ ചോദിച്ച്. അങ്ങനെ ഇത്രയും ടഫ് എന്ന് പറഞ്ഞ മാത്സിൽ പാസ് മാർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാത്സിൽ 86 മാർക്ക്, IT-ൽ 100 out of 100. ഇതിൽ കൂടുതലിനി ഞാൻ എന്താ മാതാവിനോട് ചോദിക്കണ്ടേ? ഇനി ഇതും പോരാഞ്ഞിട്ട് അമ്മ തന്നതാണെന്നുള്ളൊരു അടയാളമായി ഇവളെ ആ സ്കൂളിലെ സെക്കൻഡ് ടോപ്പറായിട്ട് എടുത്തുയർത്തി. മാതാവിൻ്റെ കൃപ അവൾക്ക് അതിനുള്ള ഒരു അവളേക്കാൾ പഠിക്കുന്ന ഒത്തിരി മക്കൾ ആ സ്കൂളിലുണ്ട്. ഞാൻ ചോദിച്ചത്, മറ്റവർക്കൊക്കെ എന്തേ മാർക്ക് ഇല്ലാത്ത, അവരൊക്കെ എന്താ ഇത്ര മാർക്ക് എന്താ അവർക്ക് കുറഞ്ഞു പോയേ? എങ്ങനെയോ മാതാവ് എടുത്തുയർത്തി. മാതാവിൻ്റെ കാരുണ്യം, മാതാവിന് കൊടുത്ത സമയത്തിന് മാതാവ് എനിക്ക് തിരിച്ചു തന്നു. എൻ്റെ കണ്ണീരിന് മാതാവ് എനിക്ക് ഉത്തരം തന്നു. ഞാൻ അത്രേ പറയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, മറ്റുള്ളവരോട് പറയും, നീ പ്രാർത്ഥിക്കുന്നില്ലേ, നിൻ്റെ കൊച്ചു ശരിയായിക്കോളും. ഞാൻ പറയും, ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരില്ല. കർത്താവിൻ്റെ കരുണ എൻ്റെ കുടുംബത്തിൽ ചൊരിഞ്ഞാൽ, കർത്താവിന് എന്നോട് അലിവ് തോന്നിയാൽ മാത്രമേ എൻ്റെ സങ്കടം എൻ്റെ പ്രശ്നങ്ങൾ മാറുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് എന്നെ എങ്ങനെ റീഡ് ചെയ്യണു എന്നതിനനുസരിച്ചിരിക്കും. മനുഷ്യരല്ല എന്നെ റീഡ് ചെയ്യുന്നത്. മനുഷ്യർ നന്നായി പറഞ്ഞാലും ഞാനത് കൺസിഡർ ചെയ്യാറില്ല. ഈശോ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ.
അത് എൻ്റെ സാക്ഷ്യം. എൻ്റെ മകൻ ഞങ്ങൾ നാട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ മകൻ്റെ അഡ്മിഷൻ ഒരു ചെറിയ പ്രശ്നമായി മാറി. എൻട്രൻസ് എല്ലാം ക്രാക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായി, ഒന്നും കിട്ടുന്നില്ല അഡ്മിഷൻ. എല്ലായിടത്തും നിന്ന് റിജക്ഷൻ ആയിരുന്നു. അപ്പോൾ നിവൃത്തിയില്ലാതെ ആ റിജക്റ്റ് ചെയ്ത സ്കൂളിൽ തന്നെ നമ്മൾ ചെന്ന് അഡ്മിഷൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു മാർക്ക് കുറവാണ്, ടീച്ചറിനും കുട്ടിക്കും ബുദ്ധിമുട്ടാവും ഈ കട്ടി സബ്ജക്റ്റൊക്കെ കൊച്ചിന് പഠിക്കുക എന്ന് പറയണത്. അപ്പോൾ എനിക്കെന്തോ ആ സമയത്ത് ചോദിക്കാൻ തോന്നി, ഒരു ക്ലാസ് താഴ്ത്തി ചേർത്ത് തരാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വലിയ പ്രശ്നമില്ലാതെ മാനേജ്മെൻറ്റ് സമ്മതിച്ചു. ആക്ച്വലി അതൊരു പെർഫെക്റ്റ് പ്ലാനായിരുന്നു. കാരണം നാട്ടിൽ വന്നപ്പോൾ മലയാളവും ഹിന്ദിയും പഠിക്കാനായിട്ട് ഒന്ന് ഉറച്ചു പഠിക്കണം. പുറത്തെ മക്കൾക്ക് അത്ര എളുപ്പമല്ല നാട്ടിൽ വന്ന് പഠിക്കുക. അതിനൊരു വർഷം കിട്ടി. ഈവൻ LKG ഒരു വർഷം നേരത്തെയാണ് ഞാൻ ചേർത്തത്. അതുകൊണ്ട് അവൻ്റെ ഏജ് ഓവറായിട്ടില്ല. അവന് പെർഫെക്റ്റ് സമയം. ഞങ്ങൾക്ക് സന്തോഷമായി, അവൻ്റെ അഡ്മിഷൻ കിട്ടി. മാതാവിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്ലാനായിരിക്കും. ഒരിക്കലും അങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ പകുതി പേരെ സന്തോഷപ്പെടുത്തുന്ന ഒരു പ്ലാനേ അല്ല. ദൈവത്തിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് പ്ലാനാണ്. എനിക്കന്ന് ഉറപ്പിച്ച് മനസ്സിലായി. പിന്നെ അടുത്തത് എൻ്റെ വീടന്വേഷണം. പുതിയ സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അറിയാലോ, വീട് കിട്ടണം. അത് ആക്ച്വലി കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യുകയും വേണം, ഇവിടെ വീട് കിട്ടുകയും വേണം. 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാവണം. എൻ്റെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയോ, ടക്ക് 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 എന്ന് പറഞ്ഞിട്ടാണ് മാതാവ് തീർത്ത് തരുന്നത്. ഭയങ്കര പ്രഷറായിരിക്കും, പക്ഷേ മാതാവിനോട് കൂടെ നിൽക്കണോണ്ട് മാതാവ് ആ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം മാതാവ് അതൊക്കെ എനിക്ക് സോൾവ് ആക്കി തരും. വീട് അന്വേഷിച്ചു, കിട്ടുന്നില്ല. ഞാൻ മാതാവിൽ പ്രത്യേകിച്ച് വെച്ചിട്ടിരുന്നു, പക്ഷേ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇവരൊക്കെ പറയാൻ തുടങ്ങി, എന്താ കണ്ടിട്ടേ ഇരിക്കണേ, അവിടെ നിന്ന് വരുന്നു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ താമസിക്കുക. പല ഫ്ലാറ്റിലും വീടുകളിലും ചോദിച്ചു, ഒന്നും ഒഴിവില്ല. ഒരു വീട് കണ്ടപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇവിടെ കിട്ടിയാൽ നന്നായിരുന്നു കേട്ടോ, കിട്ടുകയാണെങ്കിൽ സന്തോഷമായിരുന്നു. അങ്ങനെ പോയി. ഒരു പ്രതീക്ഷയില്ലാതെ അങ്ങനെ പോവാണ്. പിന്നെയും ഹണ്ടിങ് തന്നെ. ഒരു ദിവസം ഒരു ഫോൺ വന്നിട്ട് പറഞ്ഞു, ഒഴിവുണ്ട്, ഞാൻ ആ കണ്ട വീട്ടിൽ ഒഴിവുണ്ട്, വന്ന് താല്പര്യമാണെങ്കിൽ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നു, ഒപ്പിട്ട് പ്രാർത്ഥിച്ചു. മാതാവ് വിളിച്ചതാണ്, മാതാവ് എന്നെ കയ്യിൽ ഏൽപ്പിച്ചതായിട്ടാണ് ഞാൻ ആ വീടിനെ കാണുന്നത്. ഞാൻ ഇവിടെ വന്ന ഇടയിൽ ഒരു ദിവസം മോൾക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ നന്ദി പറയാൻ മാത്രം വന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി വരുന്നത് ഞാൻ എൻ്റെ പുതിയ വീട്ടിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ ഞാനിന്ന് എൻ്റെ പുതിയ വീട്ടിൽ നിന്നാണ് കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാനായി ഞാൻ വന്നത്. അപ്പോൾ അതും എൻ്റെ പ്രശ്നം. പിന്നെ ഷിഫ്റ്റിംഗ്, അതും വലിയ അല്ലലില്ലാതെ തടസ്സമില്ലാതെ മാതാവ് എല്ലാം ക്രമീകരിച്ച് തന്നു. മാതാവിന് കൊടാനുകൂടി നന്ദി, ഈശോപ്പച്ചൻ്റെ കൊടാനുകൂടി നന്ദി. എന്നെ ഈശോനോട് ചേർത്ത് നിർത്താനായി പരിശുദ്ധ അമ്മ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ മക്കളും ആത്മീയമായി വളരാൻ തുടങ്ങി. അവൾ കൊയറിൽ സ്ഥിരമായി പാടാൻ തുടങ്ങി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ എനിക്ക് എൻ്റെ പത്രം എന്ന് പറയുന്നത് ഞാൻ വിളിക്കുക എന്താണെന്നറിയോ, ഉടമ്പടിയുടെ ഓക്സിജൻ എന്നാണ് ഞാൻ ഈ പത്രത്തിനെ വിളിക്കുക. കാരണം പത്രമില്ലാതെ ഉടമ്പടി ഇല്ല. എനിക്ക് ഈ പത്രം കൊടുത്തിട്ട് പോലും പല സമയത്തും രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. പറഞ്ഞാൽ വിശ്വസിക്കുമോ? എനിക്ക് കാലിൽ നീര് വന്ന് കാല് വിങ്ങിയിരിക്കുക. സങ്കടമായിട്ട് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടർ ഒരു കുഴപ്പമില്ല, എന്താണെന്ന് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ നിരാശയോടെ തന്നെ പത്രപ്രവർത്തനത്തിന് വേണ്ടി നിശ്ചയിച്ച ദിവസം ഞാൻ പുറത്തിറങ്ങി പോയി പത്രം കൊടുത്ത് തിരിച്ചു വന്ന് പിറ്റേന്ന് രാവിലെ നോക്കിയപ്പോൾ കാല് നീര് മുഴുവൻ വറ്റി ഉണങ്ങി. ഡോക്ടർക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റാത്തതെന്ന് വിട്ട കേസ് എൻ്റെ മാതാവ് പ്രേക്ഷിത വേലയോടെ എനിക്ക് നേടിത്തന്നു. അപ്പോൾ നിങ്ങളാരും പത്രം കൊടുക്കണേൽ മുടക്ക് വരുത്തരുത്. എനിക്ക് മലയാളം മാത്രമേ ഫ്ലുവൻ്റായിട്ട് അത്ര ഇതായിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഭാഷകൾ തപ്പിക്കൂട്ടിയൊക്കെ ഞാൻ പറയും. മോശമെന്നല്ല ഞാൻ പറയണേ, ഫ്ലുവൻസി ഇത്തിരി മോശമായിരിക്കും. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും മറ്റു വ്യക്തികളുടെ അടുത്ത് മാതാവിനെക്കുറിച്ച് ഈ പത്രം എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ഞാൻ ഓരോ പത്രം കൊടുക്കാറ്. വെറുതെ ഞാൻ ഒരിക്കലും പത്രം കൊടുക്കാറില്ല. പത്രം കൊടുക്കുന്ന ആളെ പേര് പറഞ്ഞ് ബ്ലെസ് ചെയ്ത് മാതാവിനെ പറഞ്ഞു കൊടുത്ത് ചിലപ്പോൾ ഫോണിലെടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഞാനത് കൊടുത്തിട്ടുള്ളൂ. ഒരിക്കലും ഞാൻ അങ്ങനെ വെറുതെ ഒരു പത്രം എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല. പിന്നെ എൻ്റെ പത്രം എല്ലാ ഭാഷയിലും, എനിക്കറിയാവുന്ന എല്ലാ ഭാഷയിലും കൊടുത്തിട്ടുണ്ട്. അറിയാത്ത ആംഗ്യ ഭാഷയിലും ഞാൻ ഒരു തെലുങ്കിനോട് സംസാരിച്ച് അതും ഞാൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ആത്മീയ ജീവിതം
ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് സ്ഥിരത തരുന്ന പ്രാർത്ഥനയാണ്. സാധാരണ പ്രാർത്ഥനയിൽ നല്ല തന്നെയാണ്, അതിലൊരു കുറവൊന്നുണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിൽ സ്ഥിരത വരും. ഈ സ്ഥിരത ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശോൻ്റെ മുന്നിൽ ഒരു എന്താ പറയുക, അവൾ വിലയുള്ളവളാണ്, അല്ലെങ്കിൽ അവൾ എന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്, അവൾ എന്നെ മറന്നു കളഞ്ഞിട്ടില്ല എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ഒരു വഴിയാണ് ഉടമ്പടി. എനിക്ക് എൻ്റെ ഈശോനോട് സ്നേഹം വർദ്ധിക്കാനും എന്നും ഈശോനോട് കൂടെ നിൽക്കാനും എന്നെ ഉടമ്പടി സഹായിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയും, മക്കളെ ഡ്രൈവിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിദേശത്തേക്ക് വിട്. ഉടമ്പടിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ മക്കൾ ഒരിക്കലും വഴിതെറ്റി പോവില്ല. അത് പിന്നെ എൻ്റെ ആത്മീയ ജീവിതം, ഞാൻ ബൈബിൾ 3 തവണ വായിച്ചു കഴിഞ്ഞു. ഇപ്പം എനിക്ക് വചനങ്ങൾ എഴുതാൻ, എനിക്കിഷ്ടപ്പെട്ട വചനങ്ങൾ ഞാനൊരു ബുക്കിൽ എഴുതി വയ്ക്കും. ഞാൻ പറയുന്ന വചനം മരുന്നാണ്. അതായത് എന്ത് സിറ്റുവേഷന് ചേർന്ന വചനം ഈ ബൈബിളിനകത്തുണ്ട്. നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ക്യാരക്ടറൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പിന്നെ അല്ലെങ്കിൽ കടം, അങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനോട് അനുബന്ധിച്ച വചനം ഈ ബൈബിളിലുണ്ട്. ആ വചനമെടുക്കും, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പ്രശ്നത്തിന് ഒരു അയവ് കിട്ടുന്നതും ഒരു സൊല്യൂഷൻ കിട്ടുന്നതും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വചനത്തിനെ മുറുകെ പിടിക്കുക, വചനം നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മുടെ വചനപ്പെട്ടിയിൽ നിന്ന് എടുത്തോളൂ, പക്ഷേ ആ ബൈബിളിൽ നിന്ന് വായിച്ച് നമ്മൾ സ്വന്തമായി വായിച്ചെടുക്കുന്ന വചനം നമുക്ക് ഭയങ്കര ശക്തിയാണ്. അങ്ങനെ ഒരു വചനത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ഇപ്പം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ വചനം എടുക്കും, വചനത്തിൻ്റെ ബുക്ക് എടുക്കും, എനിക്ക് വേണ്ട സൊല്യൂഷൻ അതിലുണ്ടായിരിക്കും. പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോൾ അതിൽ എന്നെ സ്പർശിച്ച കാര്യങ്ങൾ, ഉടമ്പടിയുടെ അന്തസത്ത കാണിക്കുന്ന കാര്യങ്ങൾ, അതും വാഗ്ദാന പേടകം, അങ്ങനത്തെ കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പുതിയ നോളജാണ് അതൊക്കെ ഞാൻ ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്. പിന്നെ ആൾക്കാർക്ക് വചനങ്ങൾ പറഞ്ഞു കൊടുക്കും. ഞാൻ മുഖാന്തരം 2-3 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എൻ്റെ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞു പിടിച്ച് അർഹതപ്പെട്ടവർക്ക് വസ്ത്രം, പൊതിച്ചോറ് അങ്ങനത്തെ കൊടുക്കും. ഓർഫനേജ്, മെൻ്റലി റിട്ടാർഡഡ് കുട്ടികളെ കാണാൻ പോണത്, ഓൾഡ് ഏജ് ഹോം, അതൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉടമ്പടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സ്ഥലം ഒന്നും കാണില്ലായിരുന്നു. കൃപാസനം ഉണ്ടായതിന് ഞാൻ ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ എന്താ പറയുക, എൻ്റെ അക്കൗണ്ടിൽ പുണ്യങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് തുടങ്ങാൻ പറ്റിയത് ഈ കൃപാസനം ഉള്ളത് കൊണ്ടാണ്. ഈ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട് ഈ അച്ഛൻ ഇങ്ങനെ ഒരു ഉടമ്പടി പദ്ധതി ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതിന് ഞാൻ കർത്താവിനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊള്ളുന്നു. എന്നും ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അതിന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. 1 കൊറിന്ത്യൻസ് 15:57 വചനമാണ്. ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ വിജയം. നമ്മുടെ ശക്തിയാലല്ല, യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന കൃപയാലാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ വിജയവും. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കാത്ത നിമിഷങ്ങളിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നാം തോറ്റുപോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ, കൃപാസന അമ്മയുടെ ഇടപെടലിലൂടെ അമ്മ നമ്മെ ഈ ജയത്തിലേക്കാണ് കരം പിടിച്ച് നയിക്കുന്നത്. ഉടമ്പടിയിൽ എല്ലാ ഉയർച്ചയും നമ്മുടെ ശക്തിയിലല്ല, ദൈവത്തിൻ്റെ കൃപയിലാണ്. അങ്ങനെയുള്ള ഒരു വലിയ ദൈവിക സാക്ഷ്യമാണ് നാൻസി ഷീൻ എന്ന സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുത്തപ്പോൾ വരാനുള്ള സാഹചര്യം മകനുണ്ടായിരുന്ന നെഞ്ചുവേദനയായിരുന്നു. പലപ്പോഴും ഉണ്ടായിരുന്ന നെഞ്ചുവേദനയ്ക്ക് മരുന്ന് കഴിക്കുമ്പോൾ ടെമ്പററി റിലീഫ് കിട്ടുമായിരുന്നു. പിന്നീട് അടുത്തുള്ള ഒരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈ മകനെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോഴാണ് മനസ്സിലായത്, പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൽ, അമ്മയുടെ കൃപയിലും അനുഗ്രഹത്തിലും മനസ്സിലായി. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി ലഭിച്ചു, ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ ഈ മകൾ പറയുന്നത്, ഉടമ്പടി എടുത്ത നിമിഷം മുതൽ എനിക്ക് ഒരു വലിയ ശക്തിയാണ് ലഭിച്ചതെന്നാണ്.
ആദ്യം എല്ലാ കാര്യവും നടക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് ഉടമ്പടി നിലനിൽക്കാനുള്ള ആ നിലനിൽപ്പിനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് നാൻസി പ്രാർത്ഥിച്ചത്. മകനുണ്ടായിരുന്ന വയറുവേദനയും തലവേദനയും പനിയും എല്ലാം മക്കൾക്കുണ്ടായിരുന്ന അസുഖങ്ങളെല്ലാം ഉടമ്പടി നേർച്ച വസ്തുവായ ഉടമ്പടി തൈലവും ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഈ രോഗങ്ങളെല്ലാം സൗഖ്യപ്പെടുകയാണ് ചെയ്തത്. മകളുടെ പരീക്ഷയ്ക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ബ്ലെസ്സിങ് ലഭിക്കുകയും ഫസ്റ്റ് എക്സാമിന് പോയപ്പോൾ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അന്നേ ദിവസം ദേഹമാകെ തളർന്ന് തണുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ പരീക്ഷയ്ക്ക് പോകുമെന്ന് വിചാരിച്ച് പ്രാർത്ഥനയോടെ ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ടാണ് ഈ മകളെ വിടുന്നത് പരീക്ഷയ്ക്ക്. പക്ഷെങ്കിൽ അവിടെയും ഈ കുടുംബം പ്രാർത്ഥനയിൽ വിശ്വസിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണ് ഈ മകൾക്ക് ഇന്ന് സ്കൂളിൽ 95% മാർക്ക് ലഭിച്ച് പരീക്ഷ എഴുതാൻ പാസ്സാകാൻ സാധിക്കുകയും സ്കൂളിൽ സെക്കൻഡ് ടോപ്പർ ആകാൻ സാധിക്കുകയും ചെയ്തത്. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ കൃപയാലാണ് നല്ല റിസൾട്ട് നൽകി ഈശോയും അമ്മയും അനുഗ്രഹിച്ചെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മക്കൾക്കുള്ള ഒരു മകന് വേണ്ട അഡ്മിഷനും അതുപോലെ തന്നെയാണ്. മാതാവ് ഒരു നല്ലൊരു പ്ലാനുണ്ട്. നമ്മുടെ ഒരു പൂർണ്ണമായ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെയാണ് സ്കൂളിലേക്കോ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുമ്പോഴത്തേന് വളരെ ഡിഫിക്കൽട്ടാണ് കോപ്പപ്പ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷന്. വേറൊരു സെക്കൻഡ് പ്ലാൻ നൽകി ഈ മകനെ അനുഗ്രഹിക്കുകയാണ്. അവിടെയും അഡ്മിഷൻ ലഭിക്കാൻ സാധിച്ചു. വീട് അന്വേഷിച്ചപ്പോൾ ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എത്രയും പെട്ടെന്ന് അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. മകൾ പറഞ്ഞതുപോലെ ഉടമ്പടി പത്രികയാണ് ഉടമ്പടിയുടെ ഓക്സിജൻ എന്ന് പറഞ്ഞ പോലെ ഈ മകൾക്ക് പ്രേക്ഷിത വേലയിൽ കൂടിയാണ് കൂടുതൽ അനുഗ്രഹം ലഭിച്ചത്. പലർക്കും പല രീതിയിലാണ് അനുഗ്രഹം ലഭിക്കുന്നത്. ഈ മകൾ പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത് തിരിച്ചു വരുമ്പോഴെല്ലാം ഓരോരോ അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നു എന്നാണ്. ഉടമ്പടി ജീവിതത്തിൽ നമുക്കറിയാം, പ്രേക്ഷിത പ്രവർത്തനം അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഒരു വലിയ തീഷ്ണതയോടെയുള്ള ഒരു പ്രവർത്തനമാണ്, ഒരു ജോലിയാണ്. അത് ഈ മകള് കൂടുതൽ സന്തോഷത്തോടെയാണ് ആ ഉടമ്പടി പത്രിക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത്. ഉടമ്പടിയിൽ സ്ഥിരതയോ വേണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഉടമ്പടി പത്രിക സന്തോഷത്തോടെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും ഓരോ പ്രാവശ്യവും കൊടുത്ത് തിരികെ വരുമ്പോൾ വീട്ടിൽ അനുഗ്രഹമാണ് ലഭിക്കുന്നത്. തന്നെയുമല്ല, ഏറ്റവും വ്യക്തമായിട്ട് പറഞ്ഞത് ഉടമ്പടിയിൽ വന്നതിൽ പിന്നെ ഒരു തീർച്ചയാണ്, ഒരു ഉറപ്പാണ്, മക്കൾ വഴി തെറ്റില്ല എന്ന്. ആത്മീയതയിലേക്കുള്ള ഒരു വലിയ അക്കൗണ്ടാണ് തുറന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ കുടുംബം ആത്മീയതയിൽ ജീവിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട നിമിഷങ്ങളിലെല്ലാം കൃപാസനം അമ്മയുടെ സാന്നിധ്യവും ഈ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ സംരക്ഷണം നമ്മുടെ കൂടെയുണ്ട്. ആ സംരക്ഷണമാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. അതുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കാല് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അക്കൗണ്ട്, ആത്മീയതയിലേക്കുള്ള ഒരു അക്കൗണ്ട് തുറക്കാം. അത് വിശുദ്ധിയിലേക്കുള്ള ഒരു ജീവിതമാണ്, ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു വിളിയാണ്, ഒരു സമർപ്പണമാണ്. ആ സമർപ്പണ ജീവിതത്തിലേക്ക് നമ്മുടെ ഉടമ്പടിയിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് നൽകുന്നത് ഒരു ധൈര്യമാണ്. ദൈവം കൂടെയുണ്ടെന്നുള്ള ഒരു സാന്നിധ്യം, ഒരു ധൈര്യം. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യമാണ് എപ്പോഴും നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ ജീവിതത്തിലും ഉടമ്പടിയിൽ കൂടുതൽ വിശ്വാസത്തോടെ നിലനിൽക്കുവാനും കൃപാസനാമ്മയുടെ കരം പിടിച്ച് ദൈവത്തിൻ്റെ കൃപയിലൂടെ ആ വിജയം അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നാൻസി ഷിന് കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആക്കിയതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ 21/5/2025 ഉടമ്പടി എടുത്തതാണ്. ഇത് എൻ്റെ ഭാര്യ അഖില, ഇതെൻ്റെ കുഞ്ഞ് അവന്തിക, എൻ്റെ പേര് ഉണ്ണിക്കണ്ണൻ. ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് എൻ്റെ ഒരു ജോലിയുടെ സാക്ഷ്യമാണ്. ഞാൻ 5 വർഷമായിട്ട് ഒരു കമ്പനിയിൽ
ഒരു ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്തിരുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു ഉയർച്ചയും ഉണ്ടായില്ല. എനിക്ക് അവിടെ ആ ഒരു പോസ്റ്റിങ്ങിൽ തന്നെ നിൽക്കേണ്ടി വന്നു. 5 വർഷമായിട്ട് യാതൊരു ഉയർച്ചയും ഉണ്ടായില്ല. ഞാൻ അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ എനിക്ക് ശേഷം വന്ന ആളിനെ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുവന്ന് അവിടെ സൂപ്പർവൈസർ ആക്കുകയും ഞാൻ വളരെ മാനസികമായിട്ട് ഞാൻ വിഷമിക്കുകയും ചെയ്തു നിന്ന സമയത്ത് ഇത് എന്നെ അവിടെ വേണ്ട എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ ആ ഒരു രീതിയിലേക്ക് എന്നോട് പെരുമാറുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു മാനസികമായിട്ടൊരു ഇത് വന്നു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ റിസൈൻ ഇടാം എന്ന് തീരുമാനിച്ചതിൻ്റെ തൊട്ട് തലേ ദിവസം എനിക്ക് മാതാവ് ഒരു ഇൻ്റർവ്യൂ ഇങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴി വന്ന് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, നീ പോയി അറ്റൻഡ് ചെയ്യണം എന്നെന്നോട് പറഞ്ഞു. അതിനെ തുടർന്ന് ഞാൻ പോയി അറ്റൻഡ് ചെയ്യുകയും മാതാവ് അനുഗ്രഹിച്ച് എന്നോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ തന്നെ ഞാൻ ആ ഇൻ്റർവ്യൂവിന് പാസ്സാവുകയും എനിക്കവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയും കിട്ടി. ഞാൻ അതിന് കർത്താവിനോട് ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്ത സാക്ഷ്യമുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. എൻ്റെ കുഞ്ഞിന് എല്ലാ സെപ്റ്റംബർ മാസം ആകുമ്പോൾ എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ചെറിയൊരു പനി വരും, പിന്നെ അതിനെ തുടർന്ന് ജലദോഷം ഉണ്ടാകും, അത് കഫക്കെട്ടായി മാറും, അത് ഹോസ്പിറ്റലിലേക്ക് പോകും, പിന്നെ അത് അവിടെ കിടന്ന് ഇഞ്ചക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. വളരെ സാമ്പത്തികമായിട്ടെല്ലാം ഞാൻ വളരെ ബുദ്ധിമുട്ടിയിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയിൽ ഞാനൊരു നിയോഗമായിട്ട് വെച്ചിരുന്നു, എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തണമെന്ന് ഞാനൊരു നിയോഗം വച്ചിരുന്നു മാതാവിനോട്. അതിനെ തുടർന്ന് ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഈ ഒരു 2 വർഷമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരേക്കും എൻ്റെ കുഞ്ഞിന് അസുഖമൊന്നും വന്നിട്ടില്ല. ഞാൻ അതിന് മാതാവിനോട് നന്ദി പറയുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പൈസയായിട്ടും എല്ലാം സഹായിക്കാറുണ്ട് ആൾക്കാരെല്ലാം. പിന്നെ RCCയിൽ ഞാൻ പത്രവിതരണം നടത്താറുണ്ട്. RCCയുടെ പുറത്തായിട്ടാണ് പത്രവിതരണം നടത്തുന്നത്. പിന്നെ RCCയിൽ തന്നെ ഉള്ള 1-2 പേരെ ഞാൻ അല്ലാതെ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് സഹായിക്കാനില്ല, എനിക്ക് അത്ര സാമ്പത്തികമുള്ളതല്ല. ഞാൻ എന്നാലും ബ്ലഡായിട്ടും അങ്ങനെ അവർക്ക് ആവശ്യമുള്ളത് ഭക്ഷണമായിട്ട് അങ്ങനെയെല്ലാം ഞാൻ സഹായിക്കാറുണ്ട്. അതിൽ ഒരാളിവിടെ വന്നിരുന്നു, അത് തന്നെ മാതാവിൻ്റെ കൃപയാണ്. ഇനി ഒരാൾ ഇപ്പോൾ RCCയിലാണ്, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയ ഉടനെ വരുമെന്ന് എന്നോട് വാക്ക് തന്നിട്ടുണ്ട്. അതിന് ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഞാൻ വിട്ടുപോയൊരു അനുഭവമുണ്ട്. ഞാൻ ഇവിടെ റാലിക്ക് വരുമ്പോൾ, കഴിഞ്ഞ റാലിക്ക് ഞാൻ പങ്കെടുത്തിരുന്നു. റാലിക്ക് വരുന്ന സമയത്ത് എനിക്ക് വഴി തെറ്റിപ്പോയിരുന്നു. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് വഴി തെറ്റി, ഞാൻ വേറെ എങ്ങോട്ടോ അറിയാത്ത രീതിയിൽ ഞാൻ സഞ്ചരിച്ചു. ഒരുപാട് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വരുന്നത് തെറ്റായ ഒരു വഴിയിലൂടെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എന്തോ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് വഴി തിരിഞ്ഞ് വേറെ ഏതൊക്കെയോ വഴിയിലൂടെ കയറി വരുമ്പോൾ ആ പ്രദേശത്തൊന്നും ആരുമില്ല. ആ സമയത്ത് ഞാൻ വരുന്ന ഒരു കാറിലാണ്. അപ്പോൾ എൻ്റെ കുടുംബമുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ, ഭാര്യയുടെ അച്ഛൻ, എല്ലാവരും ഉണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് ഈ കാറിനകത്ത് നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടു, നല്ല ഒരു സെൻറ്റിൻ്റെ ഒരു മണം അനുഭവപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ടൊരു അതിശയവും അതോടൊപ്പം തന്നെ എനിക്ക് മനസ്സിലായി മാതാവ് എന്നോടൊപ്പം ഉണ്ട്, ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ശരിയായ വഴിയിലൂടെ ആണെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഞാൻ ആ വഴി പിന്തുടരുകയും കുറേ കൂടി ദൂരം എത്തുമ്പോൾ വീണ്ടും എനിക്ക് ആ സുഗന്ധം ഉണ്ടാവുകയും അത് എനിക്കും ഭാര്യയുടെ അമ്മയ്ക്കും മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ആർക്കും ആ ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ അത് പറയുകയും ചെയ്തു അവർ, നമുക്കാർക്കും കിട്ടിയില്ല എന്നുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ദൂരം കഴിയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വഴിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് നേരെ ഇവിടെ എത്തുകയും ചെയ്തു. ഇതെൻ്റെ ഒരു അനുഭവമാണ്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 38-39 തിരുവചനങ്ങൾ. യേശു അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ വിളിച്ചുണർത്തി പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗവനിക്കുന്നില്ലേ? അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. കാറ്റ് ശമിച്ചു, പ്രശാന്തതയുണ്ടായി. ഉണ്ണിക്കണ്ണൻ എന്ന ഈ സഹോദരൻ തൻ്റെ ജീവിത പങ്കാളിയോടും മകൾ അവന്തികയോടുമൊപ്പം വന്ന്
പ്രത്യക്ഷീകരണ സാക്ഷ്യമേറ്റു പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ മൂലം താൻ ഉടമ്പടിയെടുത്ത് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ സമയച്ചുരുക്കം അനുഭവിച്ചത് എങ്ങനെയാണ് എന്ന് അദ്ദേഹം ഏറ്റുപറയുകയാണ്. തൻ്റെ ജോലി നഷ്ടപ്പെടും, അവിടെ നിന്ന് തന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയ, വളരെ കാലം ഒരു സീനിയർ സ്റ്റാഫായി ജോലി ചെയ്ത സ്ഥലത്ത് നിന്നും സങ്കടത്തോടെ ഇറങ്ങേണ്ടി വരുമെന്ന അവസ്ഥയിൽ അദ്ദേഹം റിസൈൻ ചെയ്യാൻ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ആ സങ്കടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ ഒരു വലിയ പ്രൊമോഷനോടുകൂടി മറ്റൊരു സ്ഥലത്ത് ഒരു ഇൻ്റർവ്യൂ കോൾ നൽകി അദ്ദേഹത്തിന് നല്ല സൂപ്പർവൈസർ മാനേജറായി ജോലി കൊടുത്തത് എന്നിവിടെ ഏറ്റു പറയുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളെക്കാൾ ഉപരി പരിശുദ്ധ അമ്മ ഒരു ഇൻസെൻറ്റീവ് ഗിഫ്റ്റിനോട് കൂടി നമുക്ക് തരുന്നത് സ്വർഗഭാഗ്യമാണ്. എലിസബത്ത് പരിശുദ്ധ അമ്മയെ കണ്ടപ്പോൾ പറഞ്ഞത്, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള സൗഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്. ഓരോ മക്കളും ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യാനും പരിശുദ്ധ അമ്മയോട് സങ്കടം പറയുവാനും വരുമ്പോൾ നമുക്കുണ്ടാകേണ്ട അനുഭവം അത് തന്നെയാണ്. കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ജോലി അവസ്ഥകളിലുമെല്ലാം ഇന്ന് സഞ്ചരിച്ച് എത്തുന്ന ഒരവസ്ഥ നമുക്കുണ്ടാവുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ ദൈവാനുഭവം കൂടി അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് അദ്ദേഹം വിശദമായി പറഞ്ഞില്ലെങ്കിലും സ്ഥിരീകരണ സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് അദ്ദേഹം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെയെല്ലാം അദ്ദേഹം ഏറ്റുപറയുന്നത് ഈശോയുടെ തിരുരക്തത്തിലൂടെയാണ് നാം എല്ലാം വീണ്ടെടുക്കപ്പെട്ടത് എന്ന് പറയാനുള്ള ഒരു ആധ്യാത്മികത, സുവിശേഷ വചനം അദ്ദേഹം ആഴപ്പെട്ട ഒരു ബോധ്യം അദ്ദേഹം ഏറ്റുപറയുകയുണ്ടായി. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയേണ്ടത് നമ്മെ ദൈവസ്നേഹത്താൽ ആഴപ്പെടുത്തുന്നു എന്നതിലുപരി